കോളിഫ്ലവർ ഉണ്ടാവാത്തതുകൊണ്ട് ഒരു കൊല്ലത്തിലധികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കോളിഫ്ലവർ ചെടിയുടെ മേൽഭാഗം പ്രൂൺ ചെയ്ത് അത് കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ കടഭാഗം തടി മുഴുവൻ ഇങ്ങനെ ഒരു തെങ്ങ് പോലെ ഇങ്ങനെ നിൽക്കണ കണ്ടില്ലേ. ഇത് കുറച്ച് മുമ്പ് അതിന്ന് ലെയർ ചെയ്തെടുത്തുണ്ടായ ഒരു ചെടിയാണ്, ഒരു ശിഖരം ലെയർ ചെയ്താണ്. അത് നന്നായിട്ട് വളരുന്നുണ്ട്. ഈ ഐറ്റം കംപ്ലീറ്റ് വാടിപ്പോയതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് പോയിന്ന്. തൊട്ടടുത്തൊരു വെള്ളരിയുടെ കുറ്റിയുണ്ട്, അത് ശരിക്കും പോയത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അത് തിരിച്ചു വരും തോന്നുന്നില്ല. ഇതിനും ശിഖരങ്ങളൊന്നും പുതിയതായിട്ട് വരണ കണ്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ അതിന് വല്ല ശിഖരങ്ങളും വരുന്നതാണ്. ഈ ലെയർ ചെയ്തത് മാത്രം നന്നായിട്ട് വളരുന്നുണ്ട്. വാടിപ്പോയെന്ന് തോന്നിയതിൻ്റെ മേൽവശം വിടർത്തി നോക്കുമ്പോൾ പുതിയ ഇലകളാണോ വരുന്നത്, തളിര് പോലൊരു സംശയം. ഇത് കുറച്ച് സൂം ചെയ്ത വ്യൂ ആണ് കേട്ടോ. പക്ഷെ കാണുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഇല ഉണ്ടോ എന്നൊരു സംശയം. നേരത്തേക്ക് അത് നല്ല വാടിയിട്ടാണ് വരുന്നത്. അതോ ഇനി മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം കയറിയപ്പോൾ വന്ന ഉശിരാണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അടിയിലത്തെ ഇലയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. മേലത്തെ ഇല പുതിയത് വരുമോ ഇല്ലേ, പിന്നീട് അതിൽ കോളിഫ്ലവർ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ്. ഇതുവരെ ഒന്നിനും കോളിഫ്ലവർ ഉണ്ടായിട്ടില്ല. ഈ തായ്ച്ചെടിക്ക് ഇതിനുണ്ടായില്ല, തൊട്ടപ്പുറത്ത് ലെയർ ചെയ്തതിനുണ്ടായിട്ടില്ല. പിന്നെ ഒരു പ്രതീക്ഷ നൽകിയിട്ട് 2 കുഞ്ഞ് ശിഖരങ്ങൾ നുള്ളിയിട്ടത് വേറെ 2 ചെടിച്ചട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ ഇനിയിപ്പോൾ 5-6 മാസം കഴിയാണ്ട് കോളിഫ്ലവർ ഉണ്ടാകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ചെറുതാണ്.